അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ടീൻസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലുവയിൽ നിന്ന് പത്തനംതിട്ട പോകുന്ന യാത്രയെ കുറിച്ച് ഉള്ളൊരു വ്ളോഗാണ്. ഈ വ്ളോഗിൽ ഞാൻ കൂടുതൽ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചില വ്യത്യസ്തമായ കാഴ്ചകളും പോകുന്ന വഴികളും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ആനന്ദഭവൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ നിമിഷം ഞങ്ങൾ വർത്തമാനത്തിൽ ഏർപ്പെട്ടത് കാരണം നല്ല എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ ആയിട്ട് ഞാൻ കുറേ നാളുകൾ കൂടി പോയ ഒരു യാത്രയായിരുന്നു ഇത് പെരുമ്പാവൂർ സ്റ്റാൻഡിൻ്റെ ഒരു സ്റ്റോപ്പാണ്. ഈ സ്റ്റോപ്പ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നൊസ്റ്റാൾജിക് ഓർമ്മ വന്നത്, ഞാൻ BEdന് പഠിക്കാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴ പോകുമ്പോൾ ഇവിടെ വന്നാണ് ബസ് ഇറങ്ങി ഇവിടുന്ന് അടുത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാണ് ഞാൻ മൂവാറ്റുപുഴ BEd സെൻറ്ററിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മസ്കറ്റിൽ ചെലവഴിച്ച ഈ 20 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കണതല്ലാണ്ട് ഒട്ടുമിക്ക എല്ലാം കടകളും അതും ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് പുതിയതും പഴയതും ചിലത് അതുപോലെ തന്നെ നിലനിർത്തിയതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടത് നമ്മളവിടെ പൈനാപ്പിൾ കൃഷി ചെയ്യണ ഒരു സലോണാണ് കണ്ടത്. കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ആലുവ തുടങ്ങി എറണാകുളം അല്ലെങ്കിൽ ആലുവ തുടങ്ങി പത്തനംതിട്ട വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പത്തനംതിട്ട ഇപ്പോൾ പെരുമ്പാവൂർ വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പം ബിൽഡിംഗ് ഇല്ലാത്ത കുറച്ച് സ്ഥലമൊക്കെ കാണണമെങ്കിൽ ഈ ഏരിയയിലേക്ക് വരണം. അതായത് കുറച്ച് സ്ഥലം, അതായത് ലാൻഡ്. പിന്നെ കണ്ടത് ഇത് കണ്ട മനോഹരമായ ബോഗൺവില്ലകളുടെ പല കളറുകൾ കണ്ട് എല്ലാവർക്കും വാവ് ഫീലിംഗ് ആണ് ഉണ്ടായത്. ഫുഡ് കഴിക്കാൻ വരുന്നു മക്കൾ. നസീമച്ചിയും വാപ്പച്ചിയൊക്കെ പത്തനംതിട്ടയിൽ പോകണം. ഞങ്ങളെ ആ കൈജൂന്ന് കാണണം. ഈ മേറിനാണെങ്കിൽ എന്നോടൊരു കമ്പനി ഇല്ല. കൈജൂന്ന് കമ്പനി കൂട്ടാണ്. കമ്പനി ഇല്ലേ? ഇല്ല. അവർക്ക് മിന്നും പൊന്നില്ലാത്ത ഒരു ദേഷ്യമാണ്. ആ മിന്നും പൊന്നുണ്ട് അവിടെ ആകട്ടെ, അവിടെ സ്കൂളിലാകട്ടെ. അവളെ സ്കൂളിൽ അതെ നെയ് റോസ്റ്റൊക്കെ വന്ന് ഇവിടെ മസാല ദോശ വിത്ത് വട ക്രിസ്പി ആനന്ദഭവൻ നല്ല രസം തന്നെ. നല്ല റോസ് ബട്ടർ റോസാണ്. അത് ബട്ടർ റോസ്. നമ്മൾ പത്തനംതിട്ട ജില്ലയിലോട്ട് കയറി കോഴഞ്ചേരി പോണം അല്ലേ? നല്ല തിരക്കുള്ള മാർക്കറ്റ്. കൈതവന ബീച്ച് പറയണ ഒലീവിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഓൺലൈൻ ഞങ്ങളുടെ കൈജുക്കുട്ടിക്ക് ഐസ്ക്രീമും കുറച്ച് മിഠായി കിൻഡർ ജോയ് വാങ്ങിക്കാൻ കയറിയതാണ് അവിടെ. ജിയോ മാള് പോപ്പീസ്. നമ്മൾ പത്തനംതിട്ട എത്തി, അനിയത്തിയുടെ വീട്ടിലേക്ക് എത്തി. ഏതാ ചെടിയാ? ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ റോട്ടില്.
വാപ്പച്ചി സൗദിയിലല്ലേ ഉണ്ടായിരുന്ന, സൗദിയിലുള്ള നെയ്ബറിന്റെ മോനെ കണ്ടതാണ് അബ്ദുള്ളാനെ. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാനും മെഹറിനും സർപ്രൈസ് ആയിട്ടാണ്. അപ്പൊ അവരെല്ലാരും സർപ്രൈസ്ഡ് ആയി. പതുക്കെ പതുക്കെ കുഞ്ഞി കുഞ്ഞി അവള് കണ്ടമ്മ ആ കൊച്ചു കണ്ടുപിടിച്ച്. എടി അവള് കണ്ടു. എവിടെ എവിടെ ടാറ്റാ പോട്ടെ നോക്കട്ടെ. ഹൈജു നോക്കട്ടെ, മുഖം നോക്കട്ടെ. ഇതെന്തോ ഉള്ളത് ഇതില്? താഴെ വീടൂടി. ബട്ടർഫ്ലൈ അല്ല, ഒരു ഡോള് പടക്കണ നടന്ന്. ഞങ്ങള് പോയത് വെള്ളിയാഴ്ച ആയിരുന്നു. ചുമ്മാക്ക് പോണതിന് മുമ്പ് വാട്ടർമെലോൺ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് കൈജുവിന്റെ കൂടെ വർത്താനം പറഞ്ഞ് ആരുമില്ല. കൈജു ഇങ്ങോട്ട് നോക്കി. കൈജു എന്താ കഴിക്കണേ? പാപ്പച്ചി വിളിച്ചിട്ട് പോണേ. എന്താ വേദന നോക്കട്ടെ, പപ്പടം തിന്നെ നോക്കട്ടെ. എവിടെ കൈജു? പശു എവിടെ? എവിടെ? അനീതി ഞങ്ങൾക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടിപൊളി ലഞ്ച് ടൈം. കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ പീസ് സാച്ചിയുടെ ബിരിയാണി കഴിക്കുന്നത്. സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഹൈജു ഞങ്ങളെ കണ്ടിട്ട് പിന്നെ ഒരു മിനിറ്റ് വെറുതെ ഇരുന്നിട്ടില്ല. ഫുൾ കളിയായിരുന്നു. One, two, three, 4, 5, 6, 7, 8, 9, 10. ദേ അങ്ങോട്ട് നോക്കിയതേ വീഡിയോ ദേ അവിടെ മെഹറിനൊക്കെ മെഹറിന് ഡോക്ടർ എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകും. അങ്ങനെ കൈജുവിന്റെ കൂടെ കളിയൊക്കെ കഴിഞ്ഞു പോവാനുള്ള സമയമായി. അപ്പൊ ചായയും സമൂസ, കട്ട്ലേറ്റ്, വടയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അനിയന്റെ വീട്ടിലൊന്ന് കേറിയിട്ട് വേണം ഇങ്ങോട്ട് ആലുവയിലോട്ട് വരാൻ. അപ്പൊ അത് ഞങ്ങൾ ഇറങ്ങി. ഉറങ്ങിയതല്ലേ നീ ഭയങ്കര ഉറങ്ങിയതല്ലേ? എടി നീ ഉറങ്ങിയതല്ലേ? എന്നിട്ട് ഇപ്പൊ എവിടെ പോണ്? എവിടെ പോണ്? ആ കള്ളത്തി. ഹലോ, എവിടെ പോണ്? എവിടെ പോണ്? എവിടെ പോണേ? കൈജു എവിടെ പോണേ? ആരാ? ഷോ, ഞാൻ വീഡിയോ എടുക്കായിരുന്നു. അപ്പേ ഇവിടെ തന്നെ ഇവിടെ വന്ന് കയറി. ഓ
ഓടിക്കാനും ഓണാക്കിയൊക്കെ ചെയ്തു. ഓ അത്രേ ഉള്ളോ? സ്റ്റാർട്ട് ചെയ്യാനുള്ളോ? എവിടെ സാരാമോൾ എവിടെ? ഇപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നു. കൈജുവിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ സഹിച്ചിരിക്കുകയാണ്. ടാറ്റയൊക്കെ തന്നു. അപ്പോൾ ഇത് ഉമ്മച്ചിയുടെ ഒരു ഫ്രണ്ടാണ് സൗദിയിലുണ്ടായ സെലീന. ഇത് അത്ത അമ്മ. അപ്പം ഞങ്ങളങ്ങനെ ബാക്ക് ടു ആലുവ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.